എസ് ജെ കപ്പിൾസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ എവിടെ വെച്ചു? ഞങ്ങൾ രണ്ടാമത്തെ ദിവസമുണ്ട് ആശുപത്രിയിൽ. ഇന്നലെ ഞങ്ങൾ രാവിലെ വന്ന് അഡ്മിറ്റായി. ഇന്നലെ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഓർത്താണ്. പക്ഷേ എന്നാ പറയണ്ടേ, തിരക്കും തിക്കും തിരക്കും കാരണം ഒന്നിനും പറ്റിയില്ലെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്നലെ കുറച്ച് വീഡിയോ റൂമിൽ വന്നതിന് ശേഷമുള്ളത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യാം. ഇന്ന് തന്നെയിപ്പോൾ നമ്മൾ ഫ്രീ ആയല്ലോ, റൂമൊക്കെ കിട്ടി. നമ്മുടെ റൂമിലേക്ക് ഇനി നമ്മൾ ഫ്രീ ആണല്ലോ. അപ്പം നമ്മളിന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നൈറ്റ് മമ്മി ഇവിടെ നിന്നു. ഞാനിപ്പം കുറച്ച് മുമ്പ് വന്നതേ ഉള്ളൂ. ഇപ്പം വന്നപ്പോൾ ഇച്ചിന് കുറേ സാധനമൊക്കെ വേണമെന്ന് പറഞ്ഞതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത് ഇച്ചു കളറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെ സാധനം വെച്ചു പട്ടിക്ക് ഇച്ചൻ്റെ കയ്യിൽ കാണിച്ച് സൂചി വെച്ചു. ഇച്ചൻ്റെ കയ്യിൽ ഇതെന്നാ ഇതിൻ്റെ പേരിന് ഈ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേരിന് ഇച്ചു എന്നാ ഇതിന് പറയുന്നത്? ബട്ടർഫ്ലൈയോ? ബട്ടർഫ്ലൈ എന്നാണ് ഇച്ചു ഇതിനെ വിളിക്കുന്നത്. ബട്ടർഫ്ലൈക്ക് ഇടയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ആരാ വരുന്നത്? നേഴ്സുമാർ ഇടയ്ക്ക് വരും. കൊള്ളാലോ, കാണിച്ചു കൊടുക്കാൻ പോലെ ഇച്ചു വരച്ചതാണ്. ഹായ്, സൂപ്പർ പട്ടിക്കുഞ്ഞ്. എന്നുവെച്ചാൽ അപ്പുറത്തെ കിടക്കുന്ന കട്ടകളിൽ നോക്കും ഇച്ചുവിൻ്റെ ടോയ്സ്. ഇതൊക്കെ ഇച്ചുവിനെന്താ മേടിച്ചുകൊണ്ട് വന്നതാണ്. അല്ല, അതിൻ്റെ സന്തോഷത്തിലാണ്. ഇതെങ്ങനെ ബഫല്ലോ വെള്ളം ഉണ്ട്, പറയുന്നത് നോക്കിയിട്ടടിക്കും. ആശുപത്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് വീട് ചെയ്യാനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് മുഖം നോക്കി ഇരിക്കേണ്ടി വരും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അതൊക്കെ നോക്കിയിരിക്കണം. നല്ല പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ഇതിപ്പോൾ നമുക്ക് വെറുതെ കുറച്ച് കഴിയുമ്പോഴത്തേനും കൂട്ടുകാരത്തി വരും. അപ്പം ഒന്നിതല്ലേ, ഇന്നലെ ഉച്ചയപ്പത്തിൻ്റെ കൂട്ടുകാരത്തി വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്ന് കുറേ നേരമൊക്കെ ഇരുന്നിട്ടാണ് പോയത്. പിന്നെ ഇന്ന് വേറൊരു കൂട്ടുകാരത്തി വരും. അപ്പം പകലിപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ബോറടിച്ചിരിക്കേണ്ടെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും വർത്തമാനം പറയാനതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നൈറ്റിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. പകൽ നമുക്ക് എത്ര നേരം പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ബോറടിക്കും. അപ്പോൾ ഒരാളോട് നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാമല്ലോ, സമയം പോകും നമുക്കറിയില്ല. പണിയെല്ലാം തീർത്ത് വെച്ചിട്ട് അവിടെ വരുന്നുണ്ട്. ഉച്ചൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് പുട്ടും പഴം. എന്നുവെച്ചാൽ രാവിലെ ഇന്ന് പുട്ടും പഴമായിരുന്നു വീട്ടിലുണ്ടാക്കി. അപ്പം ഞാൻ അതിൻ്റെ അകത്തുനിന്നൊരു കഷ്ണം ചെറിയൊരു പഴമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ വീടല്ലേ ഇങ്ങോട്ട് നയിച്ചു. എന്ന് വെച്ചു സാധനം അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൂട്ടുകാരത്തി വന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൾ കൊച്ച് പറഞ്ഞിട്ട് പടം വരച്ച് കൊടുക്കുവാണ് കൊച്ചിന്. ഞാൻ ചെന്നപ്പോൾ തന്നെ എന്നെ ഓടിച്ചു. എന്നോട് പറഞ്ഞ് പുറകിൽ പോയിരുന്നാൽ മതി, ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ അവൾ എന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. ഞാനങ്ങനെ പുറകിലത്തെ ബെഡിൽ വന്നിരുന്ന് അവൾ വരയ്ക്കുന്ന ഫോട്ടോ ഏതായാലും കാണിക്കുന്നുണ്ട്. പിന്നെ അവളുടെയും കൊച്ചിൻ്റെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് ഓർത്തോണ്ട് ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇച്ചുവിന് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി നേഴ്സ് വന്നത്. അങ്ങനെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരു കൂട്ടുകാരത്തി വന്നായിരുന്നു. അവളും ചേട്ടനും കൂടെ വന്നിട്ടുണ്ട്. അവളുടെ കെട്ടിയവനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന സമയം പോയതറിഞ്ഞില്ല. പിന്നെ ഇച്ചുവിനെ കഞ്ഞിയും അച്ചാറും വേണമെന്ന് പറഞ്ഞ് ഇച്ചു ഇതേ കഞ്ഞിയും അച്ചാറും കുടിക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇച്ചു ചോറുണ്ട് കഴിഞ്ഞ് ഇച്ചുവിനെ ഞങ്ങൾ ബെഡിൽ ഉറങ്ങാൻ കിടത്തി. അവൾ ഉറക്കി കിടത്താന്ന് പറഞ്ഞപ്പോൾ അവൾ ഉറങ്ങണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നു. അങ്ങനെ ഞാൻ കട്ടിലിൽ ഇരുത്തി ഞാനും അബിയും കൂടെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കറിയൊക്കെ ആക്കി വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചോറ് കൊണ്ടുവന്നു. ആ കറി ഞങ്ങൾ രണ്ടുപേരൂടെ ഇലക്കകത്ത ചോറാണ്. കുറേ നാളായി ഇലക്കകത്ത് ചോറ് കഴിച്ചിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇലക്കകത്ത് ചോറ് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അവൾ
ഓലമീനും ചമ്മന്തിയും മുളകും കാന്താരിമുളക് എന്തിനാണ് കൊണ്ടുവന്ന് എനിക്ക് എരിവ് അടുത്തൂടെ പോയാൽ എനിക്ക് പ്രാന്ത. അവൾ എന്തിനാ മുളക് കൊണ്ടുവന്നാണ്. എന്നിട്ട് എനിക്ക് വിട്ട് എന്നെ തീറ്റിച്ച് എരിഞ്ഞ് പുകഞ്ഞ് ജഗ പുകയായിരുന്നു. അവൾ സാമ്പാർ കൊണ്ടുവന്ന് സാമ്പാറിൻ്റെ അകത്ത് കുറേ ചേന കഷ്ണമൊക്കെ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ചേന മൊത്തം എന്നെ കൊണ്ട് എനിക്ക് എൻ്റെ തന്നെ ചേന അടുത്തൂടെ പോയാൽ എനിക്ക് ചൊറിയും. അവൾ ആ ചേന കഷ്ണം എല്ലാം കൂടെ എനിക്ക് പറക്കിയിട്ട് അവസാനം പിന്നെ ഫുഡാണല്ലോ ഞാൻ കളയാറില്ല ഗൈസ്, അതുകൊണ്ട് ഞാനത് ഫുള്ളിരുന്ന് കഴിച്ചു. ഇച്ചുവിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിക്ക് ഞങ്ങൾ കട്ടിലിൻ്റെ സൈഡൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് ഇച്ചു ജയിലിൽ അവസ്ഥയിൽ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളെന്നാൽ പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ ഗൈസ്, എന്നിട്ട് വേണം അവളെ ഉറക്കാൻ. കൂടെ ഇത്രയും നാൾ ഭക്ഷണം കഴിക്കാനിരുന്നതിൽ ഏറ്റവും പതുക്കെ കഴിക്കുന്ന ഒരാളെ ഞാൻ കണ്ടത് അബിയാണ്. ഒന്നിച്ച് കഴിക്കാനിരുന്ന ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടും അവളുടെ പാത്രത്തിൽ അവളുടെ ഇലക്കകത്ത് ചോറിരിക്കും. അവളതുപോലെ പതുക്കെയാണ് കഴിക്കുന്നത്. ഞാൻ ചോറ് പെട്ടെന്ന് കഴിക്കും ഗൈസ്. എനിക്ക് അങ്ങനെ ചോറ് വെച്ചോണ്ട് ഇങ്ങനെ അരിച്ചരിച്ച് കഴിക്കാനുണ്ടായത് ഞാൻ പെട്ടെന്ന് കഴിക്കും. പക്ഷെ അവൾ എന്ത് സ്ലോയാന്ന് ചോദിച്ചാൽ പറയണ്ട. അങ്ങനെ ഞാൻ ചോറ് കഴിഞ്ഞ് വന്നപാട് തന്നെ ഇച്ചുവിനെ ഉറക്കി ഉറക്കം വന്നിരിക്കുമായിരുന്നു. അങ്ങനെ അവളെ ഉറക്കി അവളെ അവിടെ കിടത്തി ഞാൻ പിന്നെ ഇപ്പുറത്തെ കട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും അബി പടം വരയിലോട്ട് മുഴുകിയിരിപ്പുണ്ടായിരുന്നു. പടം വര ഓൾമോസ്റ്റ് തീരാറായി. ലാസ്റ്റത്തെ അറ്റകുറ്റപ്പണികൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നെ ഇതിനോട് വരയ്ക്കാനും അറിയത്തില്ല, വരയ്ക്കുന്നത് കണ്ടിരിക്കുക എന്നല്ലാതെ അവളങ്ങനെ ആലോചിച്ച് വരയ്ക്കുന്നു. ഞാനും കൊച്ചും ഇവിടെ കിടക്കുന്നു. അങ്ങനെ സമയം 2 മണി കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് വരയായി, റീൽസ് കാണലായി, അങ്ങനെ വർത്തമാനം പറച്ചിലായി. അങ്ങനെ ഞങ്ങളിരുന്നു. സമയം പോയത് ഒരു കണക്കിന് അറിഞ്ഞില്ല. ഇച്ചു നല്ല ഉറക്കമാണ്. ഇച്ചു രാത്രിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇച്ചു പകൽ കിടന്നുറങ്ങി. അങ്ങനെ സമയം 5 മണിയാകാനായി. ഇച്ചു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റോടെ എനിക്ക് വന്ന അബിയുടെ ബാധ കയറിയതാണോന്ന് അറിയത്തില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവിടെ ഇച്ചും പടം വര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയി ചായ താഴെ ക്യാൻറ്റീനിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ചായ നമുക്ക് കൊണ്ടു തന്നു. ഇച്ചു പഴംപൊരി കഴിക്കില്ല, അതുകൊണ്ട് ഇച്ചുവിന് പഴംപൊരി വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഓരോ കാപ്പിയും ഇച്ചുവിനൊരു ബൂസ്റ്റും. അങ്ങനെ ഇച്ചു പടം വരച്ച് കഴിഞ്ഞതിന് ശേഷം കളർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. അങ്ങനെ ആ ചിത്രത്തിൽ നോക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കളർ ചെയ്യേണ്ടത്. പക്ഷേ ആ ചിത്രത്തിൽ കിടക്കുന്ന കളറൊന്നും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഉള്ള കളർ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുവാണ്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ആത്മരോധനം. ഒരു തള്ളയുടെ വിക്രിയ. ഞാൻ മര്യാദയ്ക്ക് വരച്ചാൽ അവൾ കരി തരും. ചിരിച്ചിരിച്ച് വരി പിടിക്കരുത് കേട്ടോടി. ചിരിച്ചൊരു അടിക്കാകും. ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ വിളിച്ച സമയത്തൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നുകിൽ നേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ കയ്യിൽ ഫുഡായിരുന്നു. അങ്ങനെ ഇപ്പം ഇതാ ഫ്രീ ആയിട്ടുണ്ട് ചേട്ടായിനെ, അതുകൊണ്ട് അങ്ങനെ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സമയം 7 മണിയോടെടുത്തു. അബി ഇപ്പം പോകാൻ വേണ്ടി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മമ്മിയും നാത്തൂനൊക്കെ വീട്ടിൽ നിന്ന് വന്നു. ഇച്ചു നാത്തൂനെയും മമ്മീനെയും കണ്ട സന്തോഷത്തിൽ ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഞാനും അബിയും കൂടെ പുറത്ത് നിൽക്കുമായിരുന്നു, കാരണം അബീനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് പുറത്തുണ്ട്. അങ്ങനെ 7 മണി വരെ അബി ഉണ്ടായിരുന്നു കൂട്ടിന്. പകലതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. മമ്മിയും നാത്തൂനും ആങ്ങളെയും വന്നിട്ടുണ്ട്. ഇനി മമ്മി നൈറ്റ് ഇവിടെ നിൽക്കും. ഞാനും നാത്തൂനും ആങ്ങളെയും തിരിച്ച് വീട്ടിലോട്ട് കുറച്ച് കഴിയുമ്പോൾ പോകും ഗൈസ്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് നേരം ഇച്ചു നാത്തൂൻ്റെ കൂടെ ആങ്ങളുടെ കൂടെ ഇനിയിപ്പം ഇവിടെ നിന്ന് കളിക്കലും പറക്കലൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ പോവുള്ളൂ. ഇങ്ങോട്ട് നോക്കിയാ
എടുത്തോട്ടോ. അങ്ങനെ അല്ലടി ചോ, നീ അറബിയാണ് എഴുതുന്നത്. ഇങ്ങനെ നേരെ ബുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ എഴുതുക. ആ ഇതെങ്ങനെ ഇങ്ങനെ എഴുതുന്നത്? ഇച്ചു പോട്ടെ, കുളിച്ചിട്ട് വരാട്ടോ. എന്തായാലും മേടിച്ചോണ്ട് പറഞ്ഞോ. ചോറിനാ പോവാ? ഒരു രൂപ. 2 ദിവസം കൊണ്ട് റൂമിൻ്റെ അകത്ത് തന്നെ നിന്ന് ഇച്ചുവിന് ഭയങ്കരമായിട്ട് ബോറടിച്ചു. ഇച്ചു ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇച്ചുവിന് ഇപ്പോൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും നാത്തൂനും ആങ്ങളെയും ഇറങ്ങുവാണ് വീട്ടിലോട്ട്. മമ്മി ഇന്ന് നൈറ്റ് നിൽക്കും. പിന്നെ ഇച്ചുവിനിപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട് നാളെ ഒരു ദിവസം നേരത്തെ ഡിസ്ചാർജ് ആക്കി തരുന്നത്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുള്ള കരച്ചിലായതുകൊണ്ട് കരഞ്ഞ് ഇനി അടുത്ത അസുഖം വരുത്തി വെക്കണ്ടെന്ന് ഓർത്ത് ഡോക്ടറോടും ചോദിക്കുന്നുണ്ട്. മിക്കവാറും നാളെ ഡിസ്ചാർജ് ആയിരിക്കും എന്ന് പ്രതീക്ഷ. ഞങ്ങൾ ഡ്യൂട്ടി ഷിഫ്റ്റ് മാറി. രാവിലെ 10:30 മുതൽ 7:30 വരെ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. ഇപ്പോൾ മമ്മിക്ക് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. ഇതെന്നാ കാണും കൂരിയിട്ട് ഇങ്ങോട്ട് പോകും. ഇതാണ് കേസ്, അവിടെയാണ് കേസ്. നമുക്ക് പോകും. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No I'm not giving up, no I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up,